RIC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ കാണുന്ന ഫ്രിഡ്ജുകളിലും ഫ്രീസറുകളിലും കൂളിംഗ് കിട്ടുവാൻ വേണ്ടി ഉള്ളിൽ ഒരു കെമിക്കൽ നിറയ്ക്കാറുണ്ട്. ഈ കെമിക്കലിനെയാണ് റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത്. റെഫ്രിജറൻറ്റുകളിലെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഹൈഡ്രോ കാർബൺസ്. അത്തരത്തിലുള്ള ഒരു ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻറ്റിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്ന്. നമ്മൾ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്സിൻ്റെ എല്ലാം അടിസ്ഥാന പ്രവർത്തന തത്വം എന്ന് പറയുന്നത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളാണ്. ഒരു നിശ്ചിത സ്പേസിൽ നിന്നോ അതല്ലെങ്കിൽ വസ്തുവിൽ നിന്നോ ഹീറ്റ് അഥവാ ചൂട് നീക്കം ചെയ്യുമ്പോഴാണ് ആ വസ്തു തണുക്കുന്നത്. ഇത് അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡയഗ്രം ശ്രദ്ധിക്കുക. ഇതിനെയാണ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിൽ ഇവാപ്പറേറ്റർ അതല്ലെങ്കിൽ കൂളിംഗ് കോയിൽ, കംപ്രസർ, കണ്ടൻസർ, ഡ്രയർ ഫിൽട്ടർ, എക്സ്പാൻഷൻ ഡിവൈസ് എന്നിങ്ങനെയുള്ള കമ്പോണൻസ് ആണ് ഉള്ളത്. ഈ സിസ്റ്റത്തിനുള്ളിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന കെമിക്കലിനെയാണ് നമ്മൾ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ബോയിലിംഗ് പോയിന്റ് അഥവാ തിളനില വളരെ കുറഞ്ഞ പദാർത്ഥങ്ങളെയാണ് നമ്മൾ റെഫ്രിജറൻറ്റുകളായി സെലക്ട് ചെയ്യുന്നത്. നമുക്ക് തണുപ്പിക്കേണ്ട വസ്തു ഏതാണോ അത് കൂളിംഗ് കോയിൽ അതല്ലെങ്കിൽ ഇവാപ്പറേറ്ററിൻ്റെ അടുത്താണ് സാധാരണയായിട്ട് വയ്ക്കാറുള്ളത്. നമ്മൾ കൂളിംഗ് കോയിലിന് അടുത്ത് വെക്കുന്ന വസ്തുവിൽ നിന്നുള്ള ഹീറ്റ് അതല്ലെങ്കിൽ താപം ഇവാപ്പറേറ്ററിന് ഉള്ളിലെ റെഫ്രിജറൻറ്റ് ലിക്വിഡ് വലിച്ചെടുക്കുന്നു. അങ്ങനെ ആ ലിക്വിഡ് അത് ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുമ്പോഴാണ് അവിടെ കൂളിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തണുപ്പിക്കാൻ വെച്ച ആ വസ്തുവിൽ നിന്നുള്ള ഹീറ്റ് നേരെ ഇവാപ്പറേറ്ററിനുള്ളിലേക്ക് പോയി, അതുകൊണ്ട് ആ വസ്തു ഇരിക്കുന്ന ആ ചുറ്റുപാട് തണുക്കാൻ തുടങ്ങുന്നു. ഇതിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവാപ്പറേറ്ററിൽ നിന്നും നമ്മൾ വലിച്ചെടുക്കുന്ന ഹീറ്റ് പുറത്തേക്ക് കളയുന്നത് കണ്ടൻസർ എന്ന കമ്പോണൻറ്റിൽ കൂടെയാണ്. അതിനു മുമ്പ് ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന ലോ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലുമുള്ള റെഫ്രിജറൻറ്റ് ഗ്യാസിനെ കംപ്രസർ എന്ന ഉപകരണം കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ആക്കുന്നു. കണ്ടൻസറിൽ വെച്ച് ഈ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമുള്ള റെഫ്രിജറൻറ്റ് ഗ്യാസ് തണുത്ത് റെഫ്രിജറൻറ്റ് ലിക്വിഡ് അതല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. ആ സമയത്ത് അതിലടങ്ങിയിരിക്കുന്ന ഹീറ്റ് അന്തരീക്ഷത്തിന് പുറത്തേക്ക് കളയുന്നു. അതിനുശേഷം ഈ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന കെമിക്കലിൽ അടങ്ങിയിട്ടുള്ള ഈർപ്പത്തിനെയും പൊടിപടലങ്ങളെയും അരിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഡ്രയർ ഫിൽട്ടർ എന്ന് പറഞ്ഞ ഒരു കമ്പോണൻ്റ് കൂടി കണ്ടൻസറിന് ശേഷമുണ്ട്. അതിനുശേഷം എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്ന കമ്പോണൻ്റാണ്. ഇത് കണ്ടൻസറിൽ നിന്ന് വരുന്ന ഹൈ പ്രഷറിലുള്ള റെഫ്രിജറൻറ്റ് ദ്രാവകത്തെ പ്രഷർ കുറച്ച് ലോ പ്രഷറാക്കി ഇവാപ്പറേറ്ററിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ ഇവാപ്പറേറ്റർ വെച്ചിട്ട് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രവർത്തനം തുടർച്ചയായിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഒരു ഫ്രിഡ്ജ് അതല്ലെങ്കിൽ ഒരു എയർ കണ്ടീഷണർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നത്. അത്തരത്തിലുള്ള ഒരു റെഫ്രിജറൻ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഹൈഡ്രോ കാർബൺ വിഭാഗത്തിൽപ്പെടുന്ന ഐസോബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. ഹൈഡ്രജനും കാർബണും മാത്രം അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അഥവാ LPG, കൂടാതെ സിഗരറ്റ് ലൈറ്ററുകളിൽ നിറയ്ക്കുന്ന ദ്രാവകം, ഇതെല്ലാം ഹൈഡ്രോ കാർബൺ വിഭാഗത്തിൽപ്പെടുന്നതാണ്. പണ്ട് കാലത്ത് റെഫ്രിജറേറ്ററിലും മറ്റും നിറച്ചിരുന്ന ഒരു റെഫ്രിജറൻ്റ് ആയിരുന്നു CFC വിഭാഗത്തിൽപ്പെട്ട R12 എന്ന് പറയുന്ന കെമിക്കൽ. CFC എന്ന് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഏറെക്കാലം ഇത്തരത്തിലുള്ള CFC റെഫ്രിജറൻറ്റുകളാണ് ഫ്രിഡ്ജുകളിലും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുറേ കാലത്തിന് ശേഷം ഇവ പരിസ്ഥിതിക്ക് വൻതോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. ഇവ അന്തരീക്ഷത്തിൻ്റെ മുകളിലുള്ള ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജൻ്റെ 3 ആറ്റങ്ങൾ ചേർന്നിട്ടുള്ള ഒരു തന്മാത്രയാണ്. സൂര്യനിൽ നിന്ന് വരുന്ന മാരകമായ അൾട്രാവയലറ്റ് വികിരണങ്ങളെ തടഞ്ഞ് ഭൂമിയിലേക്ക് വരാതെ സംരക്ഷിക്കുന്നത് ഈ ഓസോൺ പാളിയാണ്. അപ്പോൾ ഓസോൺ പാളിയിൽ വിള്ളൽ വീണ് കഴിഞ്ഞപ്പോൾ സൂര്യനിൽ നിന്നുള്ള മാരകമായിട്ടുള്ള ഇത്തരത്തിലുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ പതിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ലോകമെമ്പാടും പലതരത്തിലുള്ള സ്കിൻ ക്യാൻസർ പോലുള്ള ഡിസീസുകൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യം ശാസ്ത്രജ്ഞന്മാർ ശ്രദ്ധിക്കുന്നത്. അതുകൂടാതെ ഇത്തരത്തിലുള്ള ഗ്യാസുകൾ ഭൂമിയിൽ തങ്ങി നിന്ന് സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷനെ അഥവാ താപവികിരണങ്ങളെ ഭൂമിയിൽ തന്നെ തങ്ങി നിർത്തി അത് ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുന്നതിന് കാരണമാകും. ഇതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങി. ഇതിനെയാണ് ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെല്ലാം കാരണം. അങ്ങനെ പരിസ്ഥിതിക്ക് ദോഷമൊന്നും വരുത്താത്ത റെഫ്രിജറൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾക്കൊടുവിലാണ്
ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് അഥവാ HFC എന്ന് പറയുന്ന ടൈപ്പ് റെഫ്രിജറൻറ്റുകൾ നിലവിൽ വന്നത്. ഇതിൽ താരതമ്യേന റിയാക്ടിവിറ്റി കുറവുള്ള ഫ്ലൂറിൻ എന്ന് പറയുന്ന മൂലകമാണ് ക്ലോറിന് പകരം ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലൂടെ ഓസോൺ പാളിയുടെ നശീകരണം ഒരു പരിധിവരെ കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. പക്ഷേ ഇത്തരത്തിലുള്ള ഗ്യാസുകൾ നമ്മൾ മുമ്പേ പറഞ്ഞ ആഗോളതാപനത്തിന് കാരണമാകുന്നതെന്ന് പിന്നീട് കണ്ടെത്തി. അതുകൊണ്ട് പരിസ്ഥിതിക്ക് ഒരു പ്രത്യാഘാതവും ഉണ്ടാക്കാത്ത റെഫ്രിജറൻറ്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻറ്റുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇവയിൽ ഹൈഡ്രജൻ, കാർബൺ എന്നീ മൂലകങ്ങൾ മാത്രമാണ് അടങ്ങിയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻറ്റുകളാണ് നമ്മൾ ഇന്ന് കാണുന്ന ഫ്രിഡ്ജുകൾ, ഫ്രീസറുകൾ കൂടാതെ വിവിധ തരത്തിലുള്ള എയർ കണ്ടീഷണറുകൾ ഇവയിലെല്ലാം നിറയ്ക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേര് ഐസോബ്യൂട്ടൈൻ എന്നാണ്. ഇതിനെ R600 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സിലിണ്ടറിൻ്റെ പുറത്ത് റീപ്ലേസ് R134A എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയുള്ള മറ്റൊരു ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻ്റാണ് R290 അഥവാ പ്രൊപ്പൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പുറത്തിറങ്ങുന്ന ചില റെഫ്രിജറേറ്ററിലും മറ്റും ഈ രണ്ട് റെഫ്രിജറൻറ്റിൻ്റെയും ഒരു മിക്സാണ് ചാർജ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ പേര് HC ബ്ലെൻഡ് എന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങുന്ന എയർ കണ്ടീഷണറുകളും മറ്റും നിറച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഹൈഡ്രോ കാർബൺ റെഫറൻസ് ആണ്. ഉദാഹരണമായിട്ട് R410, R32 എന്നിങ്ങനെയുള്ള റെഫറൻറ്റുകളാണ്. ഇവയുടെ പ്രധാനപ്പെട്ട ഒരു ന്യൂനത എന്ന് പറയുന്നത് ഇവ ഹൈഡ്രോ കാർബൺ വിഭാഗത്തിൽ പെടുന്നതുകൊണ്ട് ഹൈലി ഫ്ലെയിമബിൾ ആണ്. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ഇവ ഫ്രിഡ്ജുകളിൽ നിന്നോ അതല്ലെങ്കിൽ AC-കളിൽ നിന്നോ ലീക്കായി ചെറിയ ഒരു സ്പാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം തീപിടുത്തമുണ്ടായി നാശനഷ്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ സമീപകാലത്ത് ഒരുപാട് സ്ഥലത്ത് ഫ്രിഡ്ജുകളും AC-കളും മറ്റും പൊട്ടിത്തെറിച്ച് മരണങ്ങളുണ്ടായ വാർത്തകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഹൈഡ്രോ കാർബൺ റെഫറൻസ് ആണ്. നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജുകളുടെ ബാക്കിൽ അല്ലെങ്കിൽ AC-കളുടെയൊക്കെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു ലേബൽ കാണും. അതിൽ ഒരു ഫ്ലെയിമിൻ്റെ ചിഹ്നം, ഒരു തീയുടെ ചിഹ്നം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിനുള്ളിൽ നിറച്ചിരിക്കുന്നത് ഹൈഡ്രോ കാർബൺ ഗ്യാസ് ആണെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ നിറച്ചിരിക്കുന്ന ഹൈഡ്രോ കാർബൺ വിഭാഗത്തിൽപ്പെട്ട ഗ്യാസ് ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നവരും അതുകൂടാതെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ സർവീസ് ചെയ്യുന്ന സർവീസ് ടെക്നീഷ്യന്മാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഹൈഡ്രോ കാർബൺ റെഫറൻസിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ ഫീൽഡിലെ പുതിയ അറിവുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.